AAC3 അസസ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ, അതിൻ്റെ മൂന്നാമത്തെ സ്റ്റാൻഡേർഡായ ദർ ഈസ് ആൻ അപ്രോപ്രിയേറ്റ് മെക്കാനിസം ഫോർ ട്രാൻസ്ഫർ ഓർ റെഫറൽ ഓഫ് പേഷ്യൻറ്റ്. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഇന്നാകാം, ഔട്ടാകാം, പേഷ്യൻ്റ് റെഫറൽ ടു അതർ ഹോസ്പിറ്റലാകാം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം, അത് നമുക്ക് എമർജൻസിയിൽ വന്ന പേഷ്യൻറ്റിനെ പലപ്പോഴും നമുക്ക് ആ ഫെസിലിറ്റീസ് ഇല്ലാതെ വന്നാൽ പെട്ടെന്ന് റെഫറൻസ് നമ്മൾ കൊടുത്തു വിടും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, ആ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹയർ ഹോസ്പിറ്റലാണ് നമ്മുടേതെങ്കിൽ മറ്റനേകം ചെറിയ ഹോസ്പിറ്റലിൽ നിന്ന് പ്ലാൻഡ് ഓർ അൺപ്ലാൻഡ് ട്രാൻസ്ഫർ ഇന്നുകൾ വരും. ചിലത് നേരത്തെ കൂട്ടി നിശ്ചയിക്കപ്പെട്ട രീതിയിലായിരിക്കും ട്രാൻസ്ഫർ ഇൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ഇൻ വരുന്നത് നമുക്ക് കൃത്യമായിട്ടും നേരത്തെ മനസ്സിലാക്കിയിട്ട് അവിടുന്ന് ആൾക്കാർ കൊണ്ടുവരുന്ന സംവിധാനങ്ങൾ ഫിക്സഡ് ആയിരിക്കും. അല്ലാതെ അൺപ്ലാൻഡ് ഒരെണ്ണം വരികയാണ്, ഒരു അൺഎക്സ്പെക്റ്റഡ് സിനാരിയോയിൽ നമ്മൾ ആംബുലൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൃത്യമായി ടെക്നീഷ്യൻ്റെ പ്രസൻസ് ഉണ്ടാവണം. ഈ ഒരു ചാപ്റ്ററിലെ 4 ഒബ്ജക്റ്റീവ് എലമെൻസിൽ 4 കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയിൽ പെടുന്നതാണ്. ഒന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഈ ഒരു 4 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ വിശദീകരിക്കുന്ന ഇത്രയാണ്. നമുക്ക് ട്രാൻസ്ഫർ ഇന്നായാലും ഔട്ടായാലും, അത് റെഫറൻസ് എന്നോ എന്ത് പേരിൽ വിളിച്ചാലും അതിന് കൃത്യമായ മാനദണ്ഡം ഉണ്ടാവണം, അത് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. നമ്മുടെ താല്പര്യമില്ലാതെ പേഷ്യൻ്റ് താല്പര്യപ്പെട്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് റെഫറൻസ് മേടിച്ചു പോയാലും ഒരു ഡിസ്ചാർജ് ഇൻഫർമേഷൻ കൊടുത്തുവിടണം, റെഫറൽ ലെറ്റർ ഉണ്ടാവണം. എല്ലാ പേഷ്യൻറ്റും ഇവിടുന്ന് ട്രാൻസ്ഫർ ഔട്ട് പോകുന്ന എല്ലാ പേഷ്യൻസിനും ഒരു റെഫറൽ ഡോക്യുമെൻ്റ് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം ഈ ഒരു 4 ഒബ്ജക്റ്റീവ് എലമെൻസിൽ കൂടെയുള്ള AAC3 നമുക്ക് കൂടുതൽ വിശദമായിട്ട് ചെക്ക് ചെയ്യാം.